അബു നവാസ് ഹിജ്റ 145 ജനിച്ചു. 199 മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അബു അലി ഹസൻ ബിൻ ഹാനിയുൽ ഹിക്കമി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ അബ് അറബിയാണ്, ഉമ്മു ഫാരിസിയാണ്. അബു നവാസ് ഷാഇറുൽ ഹംർ, ഷാഇറുൽ ഒസല്, ഇൽമാന്, ഷാഇറുൽ മാജിന്, ബഷാറുസാനി എന്നീ സ്ഥാനപ്പേരുകളിൽ അറിയപ്പെടുന്നു. അഹ്വാസിലാണ്, ഇറാനിലെ അഹ്വാസിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അബൂ ജഅഫർ മൻസൂർ എന്നവരുടെ ഖിലാഫത്തിൻ്റെ സമയത്താണ്, ഷാഫി ഇമാമിൻ്റെ കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിനുപ്പ മർവാൻ ബിൻ മുഹമ്മദിൻ്റെ സൈന്യത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബൂ മുആദ്, അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. കൂഫയിലേക്ക് അദ്ദേഹം പോയി. അവിടെ വച്ച് ഒരുപാട് കവികളുടെ നേരെ മുമ്പിൽ നിന്ന് കവികളുടെ ശിഷ്യന്മാരായി ശിഷ്യത്വം സ്വീകരിച്ചു. പിന്നീട് ഇദ്ദേഹം ഇങ്ങനെ ജൗലാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് 6 വയസ്സാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടു. പിന്നീട് ഉമ്മയുടെ ഉമ്മയും കൂട്ടി ഇദ്ദേഹം ഇറാഖിലേക്ക് പോകുന്നു. അത്വാർ എന്നവരുടെ അടുക്കിലേക്ക് ജോലി ചെയ്യാനാണ് പോകുന്നത്. അവിടെ വെച്ച് അദ്ദേഹം വായനയും മറ്റും ജോലി ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹത്തിന് ഒരു ലഹു റഅബത്തുൻ ഫി റഅയത്തി ഷാഇർ ഇന്ദ സിമാ അഷ്ർ, ഏതെങ്കിലും കവിത കേട്ടാൽ അത് കവി പാഠ്യ കവികളെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അബൂ സയ്യിദ് അൽ അൻസാരി എന്നിവരിൽ നിന്നാണ് വരീബായ അപരിചിതമായ ലഫ്ദുകൾ അദ്ദേഹം പഠിച്ചത്. അബൂ ഉബൈദ, മഅമറുൽ മുസന്ന എന്നിവരുടെ അടുക്കൽ നിന്ന് താരീഖുൽ അദ്ബ് ഇതൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. 30 വയസ്സായപ്പോൾ അദ്ദേഹം കൂഫയിലേക്ക് പോയി. അവിടെ വെച്ചാണ് വാലിബത്ത് ബിൻ ഹബ്ബാബിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. കവിയാണ്, അദ്ദേഹത്തിൽ നിന്നാണ് കവിത പഠിക്കുന്നത്. പിന്നീട് ബാദിദ് ബനി അസദിലേക്ക് പോയി അവിടെ ഒരു വർഷം താമസിച്ചു. അറബി ഭാഷകൾ മനഃപ്പാഠമാക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഖൽഫുൽ അഹ്മർ, ഭാഷ, ലുഅത്ത് എന്നിവയുടെ ഒക്കെ ഉസ്താദാണ്. അദ്ദേഹം അബൂ നവാസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ 60 സ്ത്രീകളുടെ ദീവാന് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഹൻസ, ലൈല തുടങ്ങിയ ഒരുപാട് സ്ത്രീകളുടെ ദീവാൻ അദ്ദേഹം മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ജാഹിലിയായ കവിതകൾ, ഖസ്സാം ഇബ്നു സക്കീത്ത് ജാഹിലിയ കവിതകൾ അദ്ദേഹം തിരിച്ചു. ഇംറുൽ ഖൈസ്, ആയിഷ. ഇസ്ലാമിലുള്ള കവിത ഫറസ്ദക്ക്, ജരീർ. എന്നാൽ ആധുനിക കവിതയിൽ അദ്ദേഹം എണ്ണിയ ഒരേ ഒരാൾ അബൂ നവാസാണ്. ഇബ്നു സക്കീത്ത് എന്ന് പറയുന്ന കവിയാണ്. ഇബ്നു സക്കീത്ത് എന്നവരാണ് ഇതിനെ കവികളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്. ഇദ്ദേഹം മുൻപുള്ള ആൾക്കാരുടെ, പ്രത്യേകിച്ച് ഇൽമുൻ നുജൂമിലെ നക്ഷത്ര ശാസ്ത്രത്തിലെ എല്ലാ മുമ്പുള്ള പണ്ഡിതന്മാരുടെ വാക്കുകൾ അദ്ദേഹം ഓതിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ കവിത കുറവ് മദ്ഹാണുള്ളത്. കാന മഷ്ഹൂറൻ ഫി തൻഖീഹ് എഡിറ്റ് ചെയ്ത് പറയുന്ന ഒരാളായിരുന്നു. അതിൽ ഇദ്ദേഹം ഹാറൂൺ റഷീദിൻ്റെ, മർവാൻ, അബു ഹഫ്സ ഇവരൊക്കെ ഒഫീഷ്യൽ കവിയായിട്ട് അറിയപ്പെടുന്നു. ഹാറൂൺ റഷീദ് മരണപ്പെടുന്ന സമയത്ത് അബൂ നവാസ് ജയിലിലാണ് എന്ന് പറയപ്പെടുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ഈമാൻ വളരെ കുറവായിരുന്നു. അതേപോലെ ഇബാദത്തുകൾ വളരെ കുറവായിരുന്നു. ഇബ്നു മുഅത്തസ് തബഖാത്തു ശുഅറായിൽ പറയുന്നുണ്ട്, ഖാൻ അബൂ നവാസ് നല്ല ഫിഖ് അറിയുന്ന ആളാണ്, ഖാൻ ആലിമൻ ഫഖീഹൻ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബസറയിൽ അദ്ദേഹം ഒരു അടിമപ്പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. ജനാൻ എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് ഹാറൂൺ റഷീദിനെ 795 ഹാറൂൺ റഷീദിനെ മദ്ഹ് ചെയ്ത് അവിടെ വലിയ സ്ഥാനം നേടുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തെ
അദ്ദേഹത്തെ കവിതയിലുള്ള മജൂൻ, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലെ മോശപ്പെട്ട വരികൾ കാരണം അദ്ദേഹത്തെ ജയിലിലടക്കുന്നുണ്ട്. പിന്നെ അമീൻ എന്ന് പറയുന്ന രാജാവിൻ്റെ നദീമാണ്, കൂട്ടുകാരനാണ്, കൂടെ കള്ള് കടിക്കുന്ന അത്രയും അടുപ്പമുള്ള ഒരു കവിയാണ് അബു നവാസ്. അബു നവാസ് നല്ല ഗ്ലാമറുള്ള നല്ലൊരാളായിരുന്നു. ജയിലിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. പിന്നീട് നല്ല സ്ഫുടമായി സംസാരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരുമിച്ച് കൂട്ടിയത്, ദീവാൽ ഒരുമിച്ച് കൂട്ടിയത് സൂലി എന്ന് പറയുന്ന ഒരാളാണ്. 10 ഫസ്ലുകളാണ് ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ കവിതകൾ 8 കിസ്മാണ്: ഖംരിയാത്ത്, ഒസൽ, മദ്ഹ്, ഹജാ, റസാ, ഇതാബ്, സുഹദ്, ത്വറദ്. ഓക്കെ, ഹംറാണ് പ്രധാനപ്പെട്ടത്. ഒസൽ, ത്വറദ്, ഹംർ, ഇത് 3 ലഹവിൽ മുപ്പര കവിതകളുടെ കിസ്മ്. കാൽ മഅമർ ബിൻ മുസന്ന പറയുന്നു, അബു നവാസ് ആധുനിക ലോകത്ത് ഇമ്രുൽ ഖൈസ് മുഖദ്ദിമീങ്ങൾക്കുള്ളതുപോലെയുള്ള സ്ഥാനമാണ് ആധുനിക ലോക കവികളിൽ അബു നവാസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നുണ്ട്. ജാഹിദ് പറയുന്നു, ബഷാർ അബു നവാസ് മഅനഹ വാഹിദൻ വ ഇദത്തിൻ ഇസ്നാഹു എന്ന് പറയുന്നുണ്ട്. രണ്ടാളും അർത്ഥത്തിൽ ഒന്നാണ്. ബഷാറും നവാസും രണ്ടാളും ഒന്നായിട്ട് അദ്ദേഹം എണ്ണിയിട്ടുണ്ട്. ജാഹിദ് പറയുന്നുണ്ട്, അബു നവാസിനേക്കാൾ ഭാഷയിൽ ജ്ഞാനമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ അബു നവാസ് തന്നെ സ്വന്തം മദ്ഹ് പറഞ്ഞിട്ട്, എൻ്റെ വായില്ല അന്നശീലി യംല ഉൽഫം ആ തഖദ്ദമിനി അഹദ്, എൻ്റെ വായ തുറന്നാൽ ഞാൻ കവിത പറയും, അതിനേക്കാൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വയസ്സിൻ്റെ അവസാനത്തിൽ തോബ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ്. പിന്നെ ഇൽമാൻ, ആൺകുട്ടികളെ കവിതയിൽ മദ്ഹ് ചെയ്ത ഒരാളാണ്. ഇത്രയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വരികൾ. യാ റബ്ബി ഇന്നി അളമതു ദുനൂബി കസറ എന്നുള്ള ബൈത്ത്, തൗബയുമായി ബന്ധപ്പെട്ട ഒരു ബൈത്ത് ഇതിനെ കൂടെ ഓർത്തു വെക്കുക. അസ്സലാമു അലൈക്കും.